തിരുവനന്തപുരം പൊന്മുടിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. 4-ാം വളവിൽ വൈകിട്ട് 5 മണിയോടെയാണ് കാട്ടാനകൾ ഇറങ്ങിയത്. ആനകൾ റോഡിലേക്ക് എത്താത്തതിനാൽ ഗതാഗതത്തിന് ഇതുവരെ തടസ്സമില്ല. വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വൈകിട്ട് 5 മണിയോടെയാണ് 2 കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തിയത്. 4-ാം വളവിൽ വൈകിട്ട് 5 മണിയോടെയാണ് ഈ കാട്ടാനകൾ എത്തിയത്. ജയശങ്കർ, ഇതിപ്പോഴും ആ മേഖലയിൽ തുടരുകയാണോ? ജനങ്ങൾ താമസിക്കുന്ന, യാത്ര ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ്. വനം വകുപ്പ് എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? വനം വകുപ്പ് ഈ ആനകളെ കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ്. ആനകൾ ഇതുവരെ ഏതെങ്കിലും തരത്തിൽ വാഹനത്തെയോ ആളുകളെയോ ആക്രമിക്കുന്ന തരത്തിലേക്ക് നീങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പൊന്മുടി 4-ാം വളവിൽ ഗതാഗതത്തിന് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ല. എന്തായാലും വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ആ പൊന്മുടി 4-ാം വളവിൽ 2 കാട്ടാനകൾ ഇറങ്ങിയത്. ഇവർ പാതയുടെ ഓരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഉടൻ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി നിരീക്ഷണം ആരംഭിച്ചു. ആനകൾക്ക് തെങ്ങോലകളും മറ്റും വെട്ടി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇട്ടുകൊടുത്തിട്ടുണ്ട്. എന്തായാലും ആനകൾ നിലവിൽ അപകടമായ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗതാഗത നിയന്ത്രണം മറ്റുള്ള കാര്യങ്ങളിലേക്കും എന്തായാലും വനംവകുപ്പ് കടന്നിട്ടില്ല. കാട്ടിലും മറ്റും അമിതമായ ചൂട് അനുഭവപ്പെടുന്നത് കാരണമായിരിക്കാം ആനകൾ പുറത്തേക്ക് ഇറങ്ങിയതെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഇന്ന് ഒരു അവധി ദിനമല്ല, അതിനാൽ തന്നെ പൊന്മുടി ഭാഗത്ത് വിനോദസഞ്ചാരികളുടെ വരവും വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ നിലവിലൊരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. എന്തായാലും വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ആനകളെ നിരീക്ഷിച്ചു വരികയാണ്. 2 ആനകളാണ് ആ പരിസരത്തുള്ളത്. റോഡിലേക്ക് ഇറങ്ങാത്തതിനാൽ അവിടെ ഗതാഗത തടസ്സമില്ല. വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.